ഇന്ന് നമുക്ക് ഷറഫുദ്ദീൻ കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന മധുവിധു എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോയ്ക്ക് കുറച്ചൊന്ന് റീച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ ആരംഭിക്കുന്നത് ആഞ്ഞിലിമൂട്ടിൽ നായർ തറവാട് കാണിച്ചുകൊണ്ടാണ്. ആഞ്ഞിലിമൂട്ടിലെ ഇപ്പോഴത്തെ മുതിർന്ന പൗരനാണ് ശേഖരൻ നായർ. ശേഖരന് രണ്ട് ആൺമക്കളുണ്ട്, രാജ്കുമാറും അംബരീഷും. രാജ്കുമാറിന് രണ്ട് മക്കളുണ്ട്. മൂത്തവൻ അമൃതരാജ്, രണ്ടാമത്തവൻ വിമൽ രാജ്. അമ്മു എന്നാണ് അമൃതരാജിനെ വിളിക്കുന്നത്. അമ്മുവിന് കുറേ നാളായിട്ട് പെണ്ണ് നോക്കുന്നു, പക്ഷെ പെണ്ണൊന്ന് സെറ്റാകുന്നതേയില്ല. മാത്രവുമല്ല, ആഞ്ഞിലിമൂട്ടിൽ തറവാട്ടിൽ സ്ത്രീകളൊക്കെ മരണപ്പെട്ടു പോയി. സ്ത്രീകൾ വാഴാത്ത തറവാടാണെന്ന് നാട്ടുകാർക്കിടയിൽ സംസാരമുണ്ട്. ശേഖരൻ കുടുംബം പുതുക്കി പണിതപ്പോഴോ കാവ് വെട്ടിത്തെളിച്ചു. അതോടെ ആഞ്ഞിലിമൂട്ടിൽ തറവാട്ടുകാർക്ക് സർപ്പകോപം കിട്ടിയെന്നാണ് നാട്ടുകാർ പറയുന്നതും. ഒരുപാട് വർഷം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടതാണ് രാജ്കുമാർ. ഭാര്യ സരോജിനിയാണെങ്കിലോ മരണപ്പെട്ടു പോയി. ഭാര്യയുടെ കൈപുണ്യം കിട്ടിയിരിക്കുന്നത് അമ്മുവിനായതുകൊണ്ട് തന്നെ അമ്മു ഒരു കഫേ നടത്തുകയാണ്. അനുജനായ വിമലാണെങ്കിലോ ഡിഗ്രി 3-ാം വർഷ വിദ്യാർത്ഥിയും. അംബരീഷ് കേബിൾ ടി വി നടത്തുകയാണ്. കൂടെ ജിജോ എന്നൊരു സഹായിയുമുണ്ട്. കൊച്ചമ്പലം സൈഡിൽ ആരോ സ്ഥിരമായിട്ട് കേബിൾ കട്ട് ചെയ്യുന്നുണ്ട്. ഹെൽപ്പിന് അമ്മുവിനെ കൊണ്ടാണ് പോകുന്നത്. ആരാണ് കേബിൾ കട്ട് ചെയ്യുന്നതെന്ന് ഇതുവരെയായിട്ടും കണ്ടുപിടിക്കാനായിട്ട് അംബരീഷിനും ജിജോയ്ക്കും കഴിഞ്ഞിട്ടേയില്ല. ഒരിക്കൽ വിമലിന് കോളേജിൽ ചെറിയൊരു പ്രശ്നം. ജൂനിയറായി വന്ന മിലി എന്ന പെൺകുട്ടിയെ റാഗ് ചെയ്തത് എങ്ങനെയെന്നാൽ അവളെ കൊണ്ട് റീൽസിലൊക്കെ അഭിനയിപ്പിച്ചു. എപ്പോഴും റീൽസ് എടുക്കുന്ന സ്വഭാവമാണ് ഈ വിമലിന്. പ്രിൻസിപ്പാലിനെ കാണുവാനായിട്ട് അമ്മുവാണ് കൂടെ പോകുന്നതും. മിലിയുടെ ചേച്ചിയായ സ്നേഹ ഇത് കേസാകണ്ടെങ്കിൽ മിലിയോട് സോറി പറയണമെന്നും വിമലിന്റെ ഇൻസ്റ്റഗ്രാം റീൽസ് വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെടുന്നു. മിലിയെ കൊണ്ട് റീൽസ് എടുപ്പിച്ചതിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതോടെ വിമലിന് മിലിയോടും സ്നേഹയോടും വല്ലാത്ത ദേഷ്യമാകുന്നു. സ്നേഹയുടെ ആവശ്യം വിമലിനെ കൊണ്ട് അമ്മു ചെയ്യിപ്പിക്കും. അതോടെ വിമലിന് സ്നേഹയോടൊക്കെ വല്ലാതെ ദേഷ്യമാവുകയാണ്. മറ്റൊരു വശത്ത് അമ്മുവിന് വേണ്ടിയിട്ട് വീട്ടുകാരാണെങ്കിൽ പെണ്ണ് നോക്കിയിരിക്കുകയാണല്ലോ. പക്ഷെ ഒരു പെണ്ണും സെറ്റാകുന്നതേയില്ല. എവിടെ പോയി പെണ്ണ് കണ്ടാലും അവസാനം ആഞ്ഞിലിമൂട്ടിൽ തറവാട്ടുകാരാണെന്ന് അറിയുന്നതോടുകൂടി പെണ്ണ് വീട്ടുകാരെല്ലാം ഈ ഒരു ബന്ധം വേണ്ടാന്നാണ് തീരുമാനിക്കുന്നത്. ഏകദേശം 27 കല്യാണാലോചനകൾ അമ്മുവിന് വന്നതാണ്. പെണ്ണ് കാണലും കഴിഞ്ഞു. എല്ലാം ഇപ്പോൾ മുടങ്ങിപ്പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ആണുങ്ങൾ മാത്രമുള്ളൊരു വീടാണല്ലോ അത്. മാത്രവുമല്ല, ആണുങ്ങൾ മാത്രമുള്ളത് കൊണ്ട് തന്നെ ഓരോ ദിവസവും ആരാണ് പാചകം ചെയ്യേണ്ടത് എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ആണുങ്ങൾ മാത്രം ജീവിക്കുന്ന ആ ഒരു തറവാട്ടിലേക്ക് സ്ത്രീകളെല്ലാം മരിച്ചു പോകുന്നു എന്നുള്ളൊരു ഐതിഹ്യമുള്ള ആ ഒരു തറവാട്ടിലേക്ക് പെൺകുട്ടികളെയൊക്കെ കെട്ടിച്ചു വിടുവാനായിട്ട് വീട്ടുകാർക്ക് വല്ലാതെ പേടിയാണ്. തന്റെ 27ാമത്തെ കല്യാണാലോചനയും മുടങ്ങിപ്പോയതോടുകൂടി അമ്മു ആകെ ഡിപ്രഷനിലേക്ക് പോകുന്നു. അമ്മു ഡിപ്രഷനിലാണെന്ന് മനസ്സിലാക്കിയ തന്റെ കഫേയിൽ ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരനാണെങ്കിലോ അമ്മുവിനെയും കൂട്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നു. ഈ ഡിപ്രഷനും സ്ട്രെസ്സും ഒക്കെ വരുമ്പോൾ ആളുകൾ കൂടുതലായിട്ടും ഒരു തെറാപ്പി എടുക്കുന്നു എന്നുള്ള രീതിയിൽ ഇവിടേക്കാണ് വരുന്നതെന്ന് പറഞ്ഞ് ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ അമ്മുവിനെ ഗൈഡ് ചെയ്യുവാൻ വേണ്ടിയിട്ട് വരുന്നത് മറ്റാരുമല്ല, സ്നേഹ തന്നെയാണ്. സ്നേഹയെ കണ്ടതും അമ്മു ആകെ ഞെട്ടിപ്പോകുന്നു. എന്നാൽ സ്നേഹയാണെങ്കിലോ കാഷ്വലായിട്ട് തന്നെയാണ് അമ്മുവിനോട് സംസാരിക്കുന്നത്. അമ്മുവിനെയും കൊണ്ട് നേരെ അവൾ അകത്തേക്ക് കടക്കുന്നു. അവിടെ ചെയ്യുന്നത് എന്തെന്നാൽ ഈ സ്ട്രെസ്സും ആൻസൈറ്റിയും ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കളിമണ്ണ് കൊണ്ട് ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുക, ഇത് തന്നെയാണ് അവിടെ ചെയ്യുന്നത്. അത് നടത്തിക്കൊണ്ട് പോകുന്നത് സ്നേഹയും. അങ്ങനെ സ്നേഹയും അമ്മു നല്ല കമ്പനിയാവുകയാണ്. അവർക്കിടയിലുള്ള ഫ്രണ്ട്ഷിപ്പും വളർന്നു വരുന്നു. ഈ സ്നേഹയും ജോയിൽ എന്നൊരു പയ്യനുമായിട്ട് വിവാഹം ഉറപ്പിച്ചിരിക്കുകയും ചെയ്യുകയാണ്. അമ്മുവും സ്നേഹയും പരസ്പരം കൂട്ടാവുകയും അവന്റെ കഫേയിലേക്കൊക്കെ സ്നേഹ വരികയും ചെയ്യുന്നുണ്ട്. അമ്മുവിന്റെ മനസ്സിലെ സങ്കടമെല്ലാം അവൻ സ്നേഹയോട് തുറന്നു പറയുകയും ചെയ്യുകയാണ്. മാത്രമല്ല, അതിനിടയിൽ വെച്ച് അമ്മുവിന് മറ്റൊരു കല്യാണാലോചന കൂടി വന്നു. പെൺകുട്ടിയുടെ പേര് ദുർഗ എന്നാണ്. ദുർഗയുമായിട്ട് ഫോൺ വിളിയും സംസാരവും ഒക്കെയുണ്ട്. അതോടുകൂടി അമ്മ കുറച്ചുകൂടി ഹാപ്പിയാവുകയാണ്. ഈ ഒരു കല്യാണം നടക്കുമെന്ന് അവൻ ഉറപ്പായി. അതുകൊണ്ട് തന്നെ അവന്റെ റൂമിലിടുവാൻ വേണ്ടിയിട്ട് കട്ടിലടുപ്പിക്കുവാൻ ആശാരിക്കടുത്തേക്കും ചെല്ലുന്നു. കട്ടിലടുപ്പിക്കുവാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് അവൻ വരുന്നത്. എന്നാൽ ആ ദുർഗ എന്ന പെൺകുട്ടിയുടെ വീട്ടില് പെണ്ണ് കാണുവാനായി ചെല്ലുന്ന സമയത്തോ ആഞ്ഞിലിമൂട്ടിൽ തറവാട്ടുകാരാണ് ഇവരെന്നറിഞ്ഞതോടുകൂടി പെണ്ണിന്റെ അമ്മാവനൊക്കെ ആകെ പ്രശ്നമുണ്ടാകുന്നു. അമ്മുവിന്റെ അമ്മയെ കുറിച്ചൊക്കെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. അമ്മുവിന്റെ അമ്മയെ അതിലേക്ക് വലിച്ചിഴച്ചത് അമ്മുവിന് അത്ര ഇഷ്ടമായതേയില്ല. എന്നാൽ അമ്മു ആണെങ്കിലോ ആ പെൺകുട്ടിയുടെ അമ്മാവനിട്ട് രണ്ട് കൊടുക്കുകയും ചെയ്യുന്നു. അതോടുകൂടി അമ്മുവിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോവുകയാണ്. അമ്മുവിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കുന്നതും സ്നേഹയായിരുന്നു.
അമ്മു തന്റെ മനസ്സിലുള്ള സങ്കടമെല്ലാം സ്നേഹയോട് തുറന്നു പറയുന്നു. അവർ എന്തു വേണോ പറഞ്ഞോട്ടെ, പക്ഷേ എന്റെ അമ്മയെ പറയരുതായിരുന്നു എന്നൊക്കെ അമ്മു പറയുന്നുണ്ട്. എന്നാൽ ഇവർക്കിടയിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, സ്നേഹ തന്റെ വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് അമ്മുവിന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. സ്നേഹയുടെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മ മരണപ്പെട്ടു പോയി. പിന്നെ അച്ഛന്റെ സഹോദരിയും സഹോദരിയുടെ മകളുമുണ്ട്. സഹോദരിയുടെ ഭർത്താവ് സഹോദരിയെ ഉപേക്ഷിച്ചു പോയതാണ്. മകളുടെ പേരാണ് മിലി. ഈ മിലിക്ക് വേണ്ടിയിട്ടാണ് അന്ന് സ്നേഹ കോളേജിൽ സംസാരിക്കുവാനായും എത്തിയിരുന്നത്. സ്നേഹയുടെ സഹോദരിയുടെ പേരാണ് സോഫി. ഈ സ്നേഹയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ജോയൽ എന്ന പയ്യനുമായിട്ട് വിവാഹം ഉറപ്പിച്ചിരിക്കുന്നതെന്നാൽ, സത്യത്തിൽ ഈ ജോയലിന്റെ സഹോദരന് സോഫിയെ നോട്ടമുണ്ട്. അവളെ എങ്ങനെയെങ്കിലും വിവാഹം കഴിക്കണമെന്നാണ് ജോയലിന്റെ സഹോദരനുള്ളത്. അവനിപ്പോൾ ലണ്ടനിലേക്ക് പോയി ജോലിക്ക് സെറ്റായി വന്നിരിക്കുക. അങ്ങനെ ജോയലിന്റെ സഹോദരനുമായിട്ട് സോഫിയുടെ വിവാഹം ഉറപ്പിച്ചു. അതോടുകൂടി രണ്ട് പെൺകുട്ടികളും ഒരു വീട്ടിലേക്ക് തന്നെ പോകട്ടെ എന്ന് വീട്ടുകാരങ്ങ് തീരുമാനിച്ചു. അങ്ങനെയാണ് ജോയലിനെ കൊണ്ട് സ്നേഹയുടെ വിവാഹവും ഉറപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ വലിയ കണക്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു വിവാഹത്തിനും വലുതായിട്ട് സ്നേഹയ്ക്കും താല്പര്യമില്ല, ജോയലിനും താല്പര്യമില്ല. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് സ്നേഹയും ജോയലും വിവാഹത്തിന് സമ്മതിച്ചിരിക്കുന്നത്. ഇപ്പോൾ അമ്മുവിന്റെ സങ്കടമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നാൽ ഒരു ഘട്ടത്തിൽ അമ്മുവിനെ കാണുവാനായി എത്തിയ സ്നേഹയാണെങ്കിലോ തനിക്ക് അമ്മുവിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം അമ്മുവിനോട് പറയുന്നു. അമ്മുവിനെ അവൾ പ്രപ്പോസ് ചെയ്യുകയാണ്. അമ്മു ഷോക്കായി പോകുന്നു. കാരണം ആദ്യമായിട്ടാണ് അവനെ ഒരു പെൺകുട്ടി ഇഷ്ടമാണെന്നൊക്കെ വന്ന് പറയുന്നത്. അവന്റെ കുടുംബത്തിന്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഒരു പെൺകുട്ടി വന്നതുകൊണ്ട് തന്നെ അവനും അവളെ ഒരുപാട് ഇഷ്ടമാകുന്നു. ഈ ഒരു കാര്യം വീട്ടിലെങ്ങനെ അറിയിക്കുമെന്നാണ് രണ്ടാളുടെയും ടെൻഷൻ. കാരണം രണ്ടുപേരും രണ്ട് മതമാണല്ലോ. വലിയ സീനൊന്നുമില്ല. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ എന്റെ മെഴ്സി ആന്റിയെ കൊണ്ട് അച്ഛനോട് സംസാരിപ്പിക്കാമെന്നും സ്നേഹ പറയുന്നു. അങ്ങനെ സ്നേഹയാണെങ്കിലും മെഴ്സിയെ കൊണ്ടാണ് തന്റെ അച്ഛനോട് സംസാരിപ്പിക്കുന്നത്. ജോയലിന് ഇപ്പോൾ എന്താ കുഴപ്പം, അവനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചാൽ എന്താ പ്രശ്നമെന്നൊക്കെ അച്ഛൻ ചോദിക്കുന്നുണ്ട്. ജോയലിനും എനിക്കും വലിയ കണക്ഷനൊന്നുമില്ല, അവന് ഈ ഒരു വിവാഹത്തിൽ താല്പര്യമില്ലെന്ന് അവനെ കാണുമ്പോഴേ അറിയാമെന്നൊക്കെയുള്ള കാര്യം സ്നേഹ പറയുന്നുണ്ട്. എന്നാൽ അച്ഛൻ വലിയ എതിർപ്പായിരുന്നു. ഒരു പ്രശ്നവും വരില്ല, അവളുടെ ജീവിതം സേഫ് ആയിരിക്കുമെന്നൊക്കെ മെഴ്സി വാക്ക് കൊടുത്തത് കൊണ്ട് മാത്രം സ്നേഹയുടെ അച്ഛനാണെങ്കിൽ വിവാഹത്തിന് സമ്മതിക്കുന്നു. സ്നേഹ വിവാഹത്തിന്റെ കാര്യമൊക്കെ വീട്ടിൽ പറഞ്ഞതുകൊണ്ട് തന്നെ തനിക്കും വീട്ടിൽ ഈ ഒരു കാര്യം അവതരിപ്പിക്കണമല്ലോ. ആ ഒരു കാര്യം അമ്മു ചിന്തിക്കുകയാണ്. കൂട്ടുകാരനായ ജിജോയാണ് ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കുവാനായി ഇരിക്കുന്ന സമയം നോക്കി അമ്മു ആണെങ്കിലോ തനിക്ക് സ്നേഹ എന്ന പെൺകുട്ടിയെ ഇഷ്ടമാണെന്നുള്ള കാര്യം വീട്ടുകാരോട് അവതരിപ്പിക്കുന്നു. പക്ഷെ അവൾ ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ടതാണ്. ആ ഒരു കാര്യം കേൾക്കുന്ന സമയത്ത് ആദ്യം ചെറുതായിട്ടൊരു എതിർപ്പുണ്ടെങ്കിലും പിന്നീട് തന്റെ മകൻ ഒരുപാട് വിവാഹം നോക്കിയിട്ടും നടക്കാത്തത് കൊണ്ട് തന്നെ വീട്ടിലുള്ളവരെല്ലാവരും അമ്മുവിന്റെ ആ ഒരു വിവാഹത്തിന് സമ്മതിക്കുന്നു. പക്ഷേ പെണ്ണ് സ്നേഹയാണെന്ന് അറിഞ്ഞതോടുകൂടി വിമലിന് ആകെ ദേഷ്യം. അവനിട്ട് പണി കൊടുത്ത പെണ്ണാണല്ലോ ഈ സ്നേഹ. അങ്ങനെ ഇവർ പെണ്ണ് കാണുവാനായിട്ടും പോകുന്നു. വിവാഹത്തിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞുറപ്പിക്കുകയാണ് ചെയ്തത്. എങ്ങനെയെങ്കിലും അമ്മുവിന്റെയും സ്നേഹയുടെയും വിവാഹം മുടക്കണമെന്ന് വിമലിന് വല്ലാത്ത ആഗ്രഹം. അതുകൊണ്ട് തന്നെ അവർ കല്യാണത്തിന്റെ കാര്യമൊന്നും അറിയിക്കാത്ത ബന്ധുക്കളെയൊക്കെ വിളിച്ചു വരുത്തുന്നു. പക്ഷെ എന്തൊക്കെ നോക്കിയിട്ടും അമ്മു ഇനി സ്നേഹയെ തന്നെ വിവാഹം കഴിക്കൂ, മാത്രമല്ല ഈ വിവാഹത്തിന് ഞങ്ങളും സപ്പോർട്ടാണെന്നും അംബരീഷും രാജനും ഒക്കെ പറയുന്നുണ്ട്. തന്റെ സഹോദരനാണ് കല്യാണം മുടക്കുവാനായി നോക്കുന്നതെന്നുള്ള കാര്യം അമ്മുവിന് മനസ്സിലായി. അങ്ങനെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. രണ്ട് വീട്ടുകാരും നല്ല തിരക്ക്. മനസമ്മതത്തിനുള്ള കാര്യമൊക്കെ നോക്കുകയാ. മനസമ്മതത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സ്നേഹയുടെ അച്ഛനായ മാർക്കോസിന് ഒരു കോള് വരുന്നു. മാർക്കോസ് ഇത് കേട്ട് ഞെട്ടിപ്പോവുകയാണ്. ഉടനെ തന്നെ സ്നേഹ അമ്മുവിനെയും വിളിച്ച് വിവരം പറയുന്നു. അമ്മുവും കൂട്ടുകാരനായി ജിജിയോയും നേരെ എത്തിയിരിക്കുന്നത് രജിസ്റ്റർ ഓഫീസിലേക്കാണ്. അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച അമ്മുവിന്റെ അച്ഛനായ രാജ്കുമാറും സ്നേഹയുടെ അച്ഛന്റെ സഹോദരിയായിട്ടുള്ള മെഴ്സിയും രജിസ്റ്റർ മാരേജ് ചെയ്തിരിക്കുന്നു. അത് കണ്ട് രണ്ടു കൂട്ടരും ഷോക്കായി പോകുന്നു. എങ്ങനെയാണിത് സംഭവിച്ചതെന്നാൽ, സത്യത്തിൽ അമ്മുവിന്റെ പെണ്ണുകാണൽ ചടങ്ങിനാണ് ആദ്യമായിട്ട് രാജ്കുമാർ മാർക്കോസിന്റെ വീട്ടിലെത്തുന്നത്. അവിടെ വെച്ചാണ് മെഴ്സിയെ കാണുന്നത്. മെഴ്സിയുടെ ജീവിതകഥ മാർക്കോസ് എല്ലാവരോടും പറയുന്നു. അവരുടെ അച്ഛനെ പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് മെഴ്സിയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത്. മെഴ്സിയുടെ ഭർത്താവ് അവളെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. കുഞ്ഞിന് ഏകദേശം 2 വയസ്സുള്ളപ്പോൾ മെഴ്സിയുടെ ഭർത്താവ് അവളെ ഉപേക്ഷിച്ചു പോയി. അന്നു മുതൽ താനാണ് മെഴ്സിയും കുഞ്ഞിനെയും നോക്കുന്നതെന്നുള്ള കാര്യം മാർക്കോസ് പറയുന്നു. അതെല്ലാം കേട്ട് സങ്കടപ്പെട്ട് മെഴ്സി അകത്തേക്കും കയറി പോകുന്നുണ്ട്. എന്നാൽ പോകുവാനായി ഇറങ്ങുന്ന സമയത്ത് രാജ്കുമാറാണെങ്കിലോ തനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് കള്ളം പറഞ്ഞ് മെഴ്സിയെ കാണുവാനായും എത്തി. അവിടെയാണ് കഥയിൽ മറ്റൊരു ട്വിസ്റ്റ്. എന്തെന്നാൽ സത്യത്തിൽ ഈ രാജ്കുമാറും മെഴ്സിയും പണ്ട് പ്രണയിച്ചിരുന്നു. എന്നാൽ അവർക്ക് രണ്ടുപേർക്കും ആഗ്രഹിച്ചതുപോലെ വിവാഹം കഴിക്കുവാനായി കഴിഞ്ഞില്ല. രണ്ടുപേരും
രണ്ടുപേരും രണ്ടുപേരെ വിവാഹം കഴിച്ചു പോയി. എന്നാൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ദേ ഇപ്പോൾ മെഴ്സിയെ കാണുന്നത്. മെഴ്സിയെ കാണുന്ന സമയത്ത് ഇപ്പോൾ രാജ്കുമാറിന്റെ ഭാര്യയായിട്ടുള്ള സരോജിനി മരണപ്പെട്ടിരുന്നു. മാത്രവുമല്ല, മെഴ്സിയുടെ ഭർത്താവും അവളെ ഉപേക്ഷിച്ചു പോയി. ഇനി രണ്ടുപേർക്കും വീണ്ടും പ്രണയിക്കാമല്ലോ. അവരാണെങ്കിലോ പിന്നീട് അങ്ങോട്ട് ഫോൺ വിളിയും സംസാരവും ചാറ്റിങ്ങും അങ്ങനെ അവരുടെ ബന്ധം പുതുക്കുകയാണ്. തന്നോട് ദേഷ്യം വല്ലതുമുണ്ടോ എന്നൊക്കെ മെഴ്സി ചോദിക്കുമ്പോൾ എന്തിന്, ഇപ്പോഴും എനിക്ക് നിന്നോട് അതേ സ്നേഹം തന്നെയാണെന്നുള്ള കാര്യവും രാജ്കുമാർ പറയുന്നു. പിന്നീട് അവർക്ക് അകലാൻ കഴിയാതായി. എന്നും മീറ്റ് ചെയ്തിട്ട് വീട്ടിലോട്ട് പോകുന്ന സമയത്തെല്ലാം രാജ്കുമാറിനും മെഴ്സിക്കും വല്ലാതെ മനസ്സിന് വേദനയാണ്. കൂട്ടുകാരനാണെങ്കിൽ രാജ്കുമാറിനെ നിർബന്ധിക്കുന്നുണ്ട് രണ്ടുപേരും വിവാഹം രജിസ്റ്റർ ചെയ്തു വെക്കാനായിട്ട്. എന്നാൽ അമ്മുവിന്റെയും സ്നേഹയുടെയും വിവാഹം കഴിയട്ടെ എന്നിട്ട് മതിയെന്നാണ് രാജ്കുമാർ പറയുന്നത്. അല്ല, അവരുടെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യത്തിന് അവർ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് കൂട്ടുകാരൻ ഉപദേശിച്ചത് കൊണ്ടാണ് രജിസ്റ്റർ മാരേജ് ചെയ്തു വെക്കാമെന്നും മെഴ്സിയും രാജ്കുമാറും തീരുമാനിക്കുന്നത്. മെഴ്സിയുടെ മകളായിട്ടുള്ള മിലിക്ക് മെഴ്സിയും രാജ്കുമാറും തമ്മിലുള്ള വിവാഹത്തിന് സമ്മതമായിരുന്നു. അങ്ങനെയാണ് രജിസ്റ്റർ മാരേജ് നടന്നതും. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അതേസമയം അവിടേക്ക് മാർക്കോസും സ്നേഹയും ഒക്കെ എത്തുന്നുണ്ട്. മാർക്കോസ് ആണെങ്കിലോ രാജ്കുമാറിനെ ഒരുപാട് വഴക്ക് പറയുകയാണ്. വലിയ പ്രശ്നം തന്നെ നടക്കും. അവസാനം രാജ്കുമാറിന്റെ കുടുംബത്തിനെ മോശമായിട്ടാണ് മാർക്കോസ് പറയുന്നത്. അത് കേട്ടതും അമ്പിക്ക് വല്ലാതെ ദേഷ്യം വരുന്നു. അമ്പി എന്നത് രാജ്കുമാറിന്റെ സഹോദരനാണ്. അമ്പിയാണെങ്കിലോ ഉടനെ തന്നെ മാർക്കോസിനെ തല്ലുകയാണ്. എല്ലാവരുടെയും മുന്നിലിട്ട് മാർക്കോസിനെ തല്ലിയത് കൊണ്ട് തന്നെ മാർക്കോസിന് ആകെ നാണക്കേട്. സ്നേഹ മാർക്കോസിനെയും കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്നേഹയുടെയും അമ്മുവിന്റെയും വിവാഹം മുടങ്ങി എന്ന് തന്നെ പറയാം. രാജ്കുമാർ മെഴ്സിയും കൊണ്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊന്നും അമ്മു വിളിച്ചിട്ട് സ്നേഹ ഫോൺ എടുക്കുന്നതേയില്ല. സ്നേഹ അമ്മുവിനെ ഉപേക്ഷിച്ചു എന്ന് തന്നെ പറയാം. ആകെ ഡിപ്രഷൻ അവസ്ഥയിലേക്ക് കടന്നിരിക്കുകയാണ് അമ്മു. അമ്മു സ്നേഹയെ വിവാഹം കഴിക്കും എന്ന് തീരുമാനിച്ചത് കൊണ്ട് തന്നെ കട്ടിലുമായിട്ടാണ് ആശാരി എത്തുന്നത്. പക്ഷേ ഇത്തവണയും കട്ടില് വേണ്ട എന്ന് അമ്മു പറയുമ്പോൾ വേണ്ട, കട്ടിൽ എനിക്ക് വേണമെന്ന് പറഞ്ഞ് രാജ്കുമാർ ആ കട്ടിൽ വാങ്ങിക്കൊണ്ടു പോകുന്നു. അതോടുകൂടി അമ്മു ആകെ തകർന്നു പോവുകയാണ്. എത്ര തന്നെ സ്നേഹയെ വിളിച്ചിട്ടും അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നതേയില്ല. സ്നേഹയുടെ സഹോദരിയായ സോഫി അവർക്ക് സംസാരിക്കുവാനായിട്ട് അവസരം ഒരുക്കി കൊടുക്കുകയാണ്. സ്നേഹയുടെ അമ്മയുടെ ഓർമ്മ ദിവസമായതുകൊണ്ട് തന്നെ സ്നേഹ പള്ളിയിൽ പോയപ്പോൾ അവിടേക്ക് എത്തുകയാണ് അമ്മു. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്? അതിന് മറുപടിയായിട്ട് സ്നേഹ പറയുന്നത്, ചെയ്തത് നിങ്ങളുടെ വീട്ടുകാരാണ്. മെഴ്സി ആന്റി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. മെഴ്സി ആന്റി ഒരിക്കലെങ്കിലും ഞങ്ങളോട് ഇത് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനും പപ്പയും സമ്മതിച്ചേനെ എന്ന് സ്നേഹ പറയുമ്പോഴോ, അതിലും ചിലപ്പോൾ എന്നൊരു കാര്യമില്ലേ, ആ ചിലപ്പോൾ ആയിരിക്കാം അവർ പേടിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അവർ വിവാഹം കഴിച്ചതെന്നും അമ്മു പറയുന്നു. ഇനി എന്തായാലും എന്റെ പപ്പ തീരുമാനിക്കട്ടെ, എന്നിട്ട് മതി വിവാഹമെന്ന് പറഞ്ഞിട്ടാണ് സ്നേഹ അവിടെ നിന്ന് പോകുന്നത്. അമ്മുവിന് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ. ഇനി പപ്പ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അമ്മു നേരെ മാർക്കോസിനെ കാണുവാൻ വേണ്ടിയിട്ടും എത്തുന്നു. മാർക്കോസിനോട് അവൻ ഒരുപാട് കെഞ്ചിയൊക്കെ സംസാരിക്കും. വിവാഹത്തിന് മാർക്കോസ് അവസാനം സമ്മതിക്കുകയാണ്. കല്യാണം നടത്തണമെങ്കിൽ മാർക്കോസിന് രണ്ട് ആവശ്യങ്ങളുണ്ട്. ഒന്ന്, മനസ്സമ്മതമൊന്നും വേണ്ട, നേരിട്ട് പള്ളിയിൽ വെച്ച് കെട്ട്. കല്യാണം കഴിഞ്ഞ് നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെറുക്കന്റെ വീട്ടിൽ ഒരു ദിവസം നിൽക്കും. അത് കഴിഞ്ഞ് അടുത്ത ദിവസം നിങ്ങൾ തൊടുപുഴയിലേക്ക് മാറണം, അവിടെ ഫ്ലാറ്റ് എടുത്ത് താമസിക്കണം. ഇതായിരുന്നു ആദ്യത്തെ ആവശ്യം. രണ്ടാമത്തെ ആവശ്യം, രണ്ടുപേർ കല്യാണത്തിന് പങ്കെടുക്കാൻ പാടില്ല. ഒന്ന് മെഴ്സി, രണ്ടാമത്തേത് അമ്പിയായിരുന്നു. ഈ ഒരു കാര്യം അവൻ വീട്ടിൽ അവതരിപ്പിക്കുന്നു. ഫ്ലാറ്റ് എടുത്ത് മാറി താമസിക്കുന്നതിനൊക്കെ വീട്ടിലുള്ളവർക്ക് സമ്മതമായിരുന്നു. പക്ഷേ മെഴ്സി വരരുതെന്ന് പറഞ്ഞത് രാജ്കുമാറിന് വല്ലാതെ ഫീലാകുന്നു. നിന്റെ അമ്മയുടെ സ്ഥാനത്താണ് മെഴ്സി ഉള്ളത്, ആ മെഴ്സി വരാതെ എങ്ങനെ കല്യാണമെന്ന് രാജ്കുമാർ ചോദിക്കുമ്പോഴോ, നിങ്ങളൊക്കെ കാരണമാണ് എന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചത്, ഇനിയും എനിക്ക് റിസ്ക് എടുക്കാൻ കഴിയില്ല എന്നായിരുന്നു അമ്മുവിന്റെ മറുപടി. അതോടെ മെഴ്സിയും മകളും കല്യാണത്തിന് വരുന്നില്ല എന്ന് തന്നെ മെഴ്സി പറയുന്നു. എന്നാൽ അമ്പി വരരുതെന്ന് പറഞ്ഞത് കേട്ടതോടുകൂടി അമ്പി ആകെ തകർന്നു പോകും. അമ്പിയാണ് അമ്മുവിനെ എടുത്തുകൊണ്ട് നടന്ന് വളർത്തിയത്. താനില്ലാതെ കല്യാണം നടത്തുന്നതിൽ അമ്പിക്ക് ഒട്ടും സമ്മതമല്ല. അതുകൊണ്ട് തന്നെ അമ്പി സങ്കടപ്പെട്ട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. ആ ഒരു ദേഷ്യത്തിൽ അമ്പി എത്തിയിരിക്കുന്നത് വീണ്ടും ആരോ കേബിൾ കട്ട് ചെയ്തു, അത് റെഡിയാക്കുവാൻ വേണ്ടിയിട്ടാണ്. ജിജോയെ കൊണ്ട് വലിയ ദേഷ്യത്തിലാണ് ജോലി എടുപ്പിക്കുന്നതും. എന്നാൽ ഈ കേബിൾ കണക്ഷൻ പോയിരിക്കുന്നതിന്റെ തൊട്ടടുത്തായിട്ടൊരു ചെറിയ ഓടിട്ട വീടുണ്ട്. ആ വീട്ടിൽ നിന്നും ഒരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അവരുടെ പേര് ചിന്നു എന്നാണ്. മിക്കപ്പോഴും ഈ കേബിൾ ആരെങ്കിലും കട്ട് ചെയ്യുമ്പോൾ അത് റെഡിയാക്കുവാനായിട്ട് അമ്പി വരുമ്പോൾ ഈ ചിന്നു ചെന്ന് സംസാരിക്കാറുണ്ട്. ഇത്തവണയും ചിന്നു ചെന്ന് സംസാരിക്കുന്നു. എന്താ അമ്പിയണ്ണന് ഇത്ര
ദേഷ്യമെന്ന് ജിജയോട് ചോദിക്കും. അതിന് മറുപടിയായിട്ട് അമ്പി പറയുന്നത്, നമ്മൾ ആരെ സ്നേഹിച്ചിട്ടും കാര്യമില്ല, സ്നേഹിക്കുന്നവർക്ക് തിരിച്ച് നമ്മളോടൊരു സ്നേഹം വേണ്ടേ എന്നാണ് അമ്പി പറയുന്നത്. എന്നാൽ അത് കേട്ട് ചിന്നു ആണെങ്കിലോ അകത്തേക്ക് പോയിട്ട് ഒരു വലിയ കവർ എടുത്തുകൊണ്ട് വരുന്നു. ആ കവറിൽ നിറയെ ഈ ചിന്നു ഇതുവരെയായിട്ടും കട്ട് ചെയ്ത കേബിളിന്റെ ഉയറുകളായിരുന്നു. അവളത് തറയിലേക്ക് തട്ടിയിടുകയാണ്. നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ സ്നേഹിക്കുന്ന ആർക്ക് നിങ്ങളോട് സ്നേഹമില്ലെന്നോ? നിങ്ങൾ ആ സ്നേഹം കാണാത്തത് കൊണ്ടാണെന്നും ചിന്നു പറയുന്നു. അതോടുകൂടി ചിന്നുവിന് അമ്പിയെ ഇഷ്ടമാണെന്നുള്ള കാര്യം അമ്പിക്ക് മനസ്സിലായി. തന്റെ സഹോദരനായ രാജ്കുമാർ വിവാഹം കഴിച്ചതോടുകൂടി തനിക്കും ഒരു കുടുംബം വേണമെന്നും തനിക്കും വിവാഹം വേണമെന്നൊക്കെ ആഗ്രഹിച്ച് നടന്ന ആളായിരുന്നു അമ്പി. പഴയൊരു കാമുകിയുണ്ട്, കാമുകി വിവാഹം കഴിഞ്ഞൊക്കെ പോയതാ. ആ കാമുകിയുടെ ജീവിതത്തിലേക്ക് കടന്ന് അവളുടെ ജീവിതം കുളമാക്കി അവളെ എങ്ങനെയെങ്കിലും തട്ടിയെടുത്ത് വിവാഹം കഴിക്കാമെന്നായിരുന്നു അമ്പി കരുതിയിരുന്നത്. ഒരാളുടെ കുടുംബം തകർത്തിട്ടല്ല സ്വന്തം കുടുംബം ഉണ്ടാക്കേണ്ടതെന്ന് അമ്മ പറഞ്ഞതോടുകൂടി ആ ഒരു ആഗ്രഹം ഉപേക്ഷിക്കുകയാണ് അമ്പി ചെയ്തത്. എന്നാൽ അമ്പിക്ക് ഇപ്പോൾ ലോട്ടറി അടിച്ച അവസ്ഥയാ. അമ്പിയോട് ഇഷ്ടമാണെന്ന് ചിന്നുവെന്ന് പറഞ്ഞതോടുകൂടി ആ സന്തോഷത്തിൽ അമ്പി വീട്ടിലേക്ക് എത്തുന്നു. ചിന്നുവിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം അമ്പി എല്ലാവരുടെ അടുത്തും അറിയിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അമ്മുവിന്റെയും അമ്പിയുടെയും വിവാഹം ഒരേ സമയം കഴിയുന്നു. രണ്ടുപേരും പെണ്ണിനെയും കൊണ്ട് വീട്ടിലേക്കും എത്തുകയാണ്. അങ്ങനെ അന്നേ ദിവസം വൈകിട്ട് ഫംഗ്ഷനൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നു. ഡാൻസും പാട്ടും ഒരു ബഹളം തന്നെ. പക്ഷേ അതൊന്നും കണ്ടിട്ട് സ്നേഹയ്ക്കോ മാർക്കോസിനോ അത്ര ഇഷ്ടപ്പെടുന്നതേയില്ല. അവർ ആകെ സങ്കടത്തിലാണ്. ഫസ്റ്റ് നൈറ്റ് ആയതുകൊണ്ട് തന്നെ അമ്മു തന്റെ റൂമിലേക്ക് എത്തുന്നു. പക്ഷേ അന്നേ ദിവസം അവനുമായിട്ട് ഒരുമിച്ച് ചിലവഴിക്കുവാൻ വേണ്ടിയിട്ട് സ്നേഹ തയ്യാറായിരുന്നില്ല. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ തൊടുപുഴയിലെ ഫ്ളാറ്റിലേക്ക് മതി എല്ലാം. അന്ന് മാത്രമേ നമ്മൾ ഭാര്യ ഭർത്താവായി സന്തോഷത്തോടു കൂടി ജീവിക്കൂ എന്നതായിരുന്നു അവളുടെ മറുപടിയും. അത് കേട്ട് അമ്മുവിന് വല്ലാതെ ദേഷ്യം വരുന്നു. അമ്മുവിനെ അവൾ റൂമിൽ നിന്നും ഇറക്കി വിടുകയാണ് ചെയ്തത്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊന്നും മര്യാദയ്ക്ക് അമ്മുവിനോടൊന്ന് സംസാരിക്കുവാൻ പോലും സ്നേഹ കൂട്ടാകുന്നതേയില്ല. എന്ന് ഫ്ളാറ്റിലേക്ക് മാറുന്നോ അന്ന് മതി നമ്മൾ തമ്മിലുള്ള സംസാരം പോലും എന്നാണ് സ്നേഹയുടെ മൈൻഡ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സ്നേഹ ഒറ്റയ്ക്ക് മാറിയിരിക്കുകയായിരുന്നു. അവിടേക്ക് മിലി വരുന്നുണ്ട്. ചേച്ചി, എത്ര നാളായി എന്നോടൊന്ന് മിണ്ടിയിട്ട്. നമ്മൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. പൊറുക്കാൻ പറ്റാത്ത തെറ്റ് വല്ലതും ഞങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ മിലി സംസാരിക്കുന്നു. എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന് സ്നേഹ എഴുന്നേറ്റ് പോകുവാനായി ഒരുങ്ങുന്ന സമയത്താണ് അവിടേക്ക് മെഴ്സിയും എത്തുന്നത്. നിങ്ങളോട് രണ്ടുപേരോടും ചെയ്തത് തെറ്റ് തന്നെ. നിങ്ങൾ ക്ഷമിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? മോളുടെ കാല് പിടിച്ച് വേണമെങ്കിലും മാപ്പ് പറയാൻ ആന്റി തയ്യാറാണെന്നും മെഴ്സി പറയുന്നു. എന്നിട്ട് സ്നേഹയുടെ കാലിൽ വീഴുവാനായി പോവുകയാണ്. സ്നേഹ പറയുന്നത്, നിങ്ങൾ അന്നൊരു വാക്കും പറയാതെ ഇറങ്ങിപ്പോയപ്പോൾ എന്റെ അപ്പൻ എന്തുമാത്രം സങ്കടപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയോ? ആ പാവ മനുഷ്യനെയാണ് നിങ്ങൾ ഇത്രയും ദ്രോഹിച്ചത്. അപ്പോൾ ഞാൻ ഇത്രയെങ്കിലും വാശി കാണിക്കണ്ടേ എന്നാണ് സ്നേഹയുടെ മറുപടി. മൂന്ന് പേരും കെട്ടിപ്പിടിച്ച് നിന്ന് കരയുകയാണ്. അതോടുകൂടി അവർക്കിടയിലുള്ള പ്രശ്നം തീർന്നു എന്ന് തന്നെ പറയാം. ഇനി മാർക്കോസിന്റേത്, അതെന്തായാലും സ്നേഹ സംസാരിച്ച് മാറ്റുമല്ലോ. എന്നാൽ മറ്റൊരു വശത്ത് അമ്പലത്തിൽ പോയിട്ട് ഇറങ്ങുകയാണ് അമ്മു. അമ്മുവിന്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും സ്നേഹയുമായിട്ടുള്ള പ്രശ്നമെല്ലാം തീർക്കണം, അവളോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കണം. അതിന് സ്നേഹ പറയുന്ന ആവശ്യം അംഗീകരിച്ചു കൊടുക്കുക, ഫ്ളാറ്റിലേക്ക് മാറുക. അതിന് താൻ തയ്യാറാണെന്നും സ്നേഹം കൊണ്ട് എത്രയും വേഗം പോകണമെന്നും കൂട്ടുകാരനായ ജിജയോട് അമ്മു പറയുകയാണ്. അതേ സമയത്തായിരുന്നു മാർക്കോസിന്റെ കോള് അമ്മുവിന് വരുന്നത്. ഞാൻ പറഞ്ഞിട്ട് നീ എന്താടാ അനുസരിക്കാത്തത്? നിങ്ങൾ എല്ലാവരും കൂടി എന്റെ മകളെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവരും. ശാപം കിട്ടിയ തറവാട്ടിൽ നിന്ന് മാറുന്നതാ നല്ലത്. ഇല്ല എന്നുണ്ടെങ്കിൽ എന്റെ സ്വഭാവം അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് മാർക്കോസ് വല്ലാതെ വിരട്ടുന്നത് പോലെ സംസാരിച്ചു. എന്നാൽ അമ്മുവിന് ആകെ ദേഷ്യം. അമ്മു തിരിച്ച് മാർക്കോസിന് ഒരുപാട് പറയുന്നു. ഒരു മരുമകൻ പറയാൻ പാടില്ലാത്ത രീതിയിലൊക്കെയായിരുന്നു അമ്മുവിന്റെ സംസാരം. എന്നിട്ട് കോളും കട്ട് ചെയ്തിട്ട് അമ്മു നേരെ വീട്ടിലേക്ക് വരും. അതേസമയം വീട്ടിലുള്ള സ്ത്രീകളെല്ലാവരും സന്തോഷത്തോടു കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുക. അവർക്കൊപ്പം സ്നേഹയുമുണ്ട്. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ തന്റെ ദേഷ്യത്തിൽ തന്നെ വീട്ടിലേക്ക് എത്തിയ അമ്മു സ്നേഹയോട് പറയുന്നത്, മതി, എനിക്ക് എല്ലാം മടുത്തു. ഇത്രയും ദിവസം ഞാൻ ക്ഷമിച്ചു. ഒരിക്കലും നീയും നിന്റെ തന്തയും ഈ ഒരു വീട്ടിൽ നിന്നും എന്നെ പറിച്ചുകൊണ്ട് പോകാമെന്ന് കരുതണ്ട എന്ന് അമ്മു പറയുന്നു. എന്നാൽ അവിടെ നടക്കുന്ന ബഹളമെല്ലാം കേട്ട് അവിടേക്ക് രാജ്കുമാർ വരികയാണ്. മാത്രമല്ല ചിന്നു പറയുന്നുണ്ട്, എടാ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ പറഞ്ഞു തീർത്തുവെന്ന്. അതേസമയം രാജ്കുമാർ ഇവിടെ ഇങ്ങനെ സംസാരിക്കരുതെന്നൊക്കെ അമ്മുവിനോട് പറയുമ്പോഴോ ഇവളുടെ അച്ഛൻ പറഞ്ഞത് എന്താണെന്ന് അച്ഛൻ അറിയോ? നമ്മളൊക്കെ ശാപം കിട്ടിയ കുടുംബക്കാരാണെന്ന്. അതിന് മറുപടിയായിട്ട് സ്നേഹ പറയുന്നതോ, അതിലെന്താ തെറ്റ്? ഇവിടെ ശാപം കിട്ടിയത് സ്ത്രീകൾക്കല്ല, ഇവിടുത്തെ പുരുഷന്മാർക്കാണെന്ന്. അത് കേട്ടതും അമ്മു സ്നേഹയെ തല്ലിയിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകും. എല്ലാവരുടെയും മുന്നിൽ സ്നേഹ ആകെ നാണം കേട്ടു. ഭർത്താവിൽ നിന്നും വിവാഹം കഴിഞ്ഞ ആദ്യ ദിനം തന്നെ അടി കിട്ടിയത് കൊണ്ട് സ്നേഹ അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. വൈകുന്നേരം അമ്മു വീട്ടിലേക്ക് തിരികെ എത്തുകയാണ്. അവന് വല്ലാത്ത കുറ്റബോധം. സ്നേഹ തല്ലണ്ടായിരുന്നു എന്നൊക്കെ അമ്മുവിന് തോന്നുന്നു. വീട്ടിലേക്ക് എത്തുന്ന സമയത്താണ് സ്നേഹ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി എന്നുള്ള കാര്യം അമ്മു അറിയുന്നതും. മാത്രവുമല്ല മെഴ്സിയുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് ഒത്തുതീർപ്പാക്കി എന്നുള്ള കാര്യവും അമ്മു അറിയുകയാണ്.
നിങ്ങളൊക്കെ കാരണമാ എന്റെ ജീവിതം ഇങ്ങനെ ആയത്. എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ടെന്ന് തന്റെ അച്ഛനോടും മെഴ്സിയോടും പറഞ്ഞിട്ടാണ് അമ്മു വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത്. തന്റെ മകൻ ഒരുപാട് സങ്കടം അനുഭവിക്കുകയാണെന്നുള്ള കാര്യം രാജ്കുമാറിന് മനസ്സിലായി. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊന്നും രാജ്കുമാറും മെഴ്സിയും അധികം സംസാരിക്കുവാനൊന്നും കൂട്ടാക്കുന്നതേയില്ല. അവർക്കിടയിലും പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങി. മാത്രവുമല്ല, അമ്പിയും തന്റെ ഭാര്യയെ ചിന്നുവിനോട് പറഞ്ഞിരുന്നു വിവാഹം കഴിഞ്ഞാൽ ചിന്നുവിന്റെ വീട്ടിൽ പോയി താമസിക്കാമെന്ന്. ചിന്നുവിന്റെ വയ്യാത്ത അമ്മ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. എന്നാൽ അമ്പിയും അവളുടെ വീട്ടിലേക്ക് പോകുവാനായിട്ടും തയ്യാറാകുന്നതേയില്ല. അമ്പിക്കും ചിന്നുവിനും ഇടയിലും പ്രശ്നമുണ്ടായിരിക്കുകയാണ്. അമ്മു എത്ര തന്നെ സ്നേഹയോടൊന്ന് മിണ്ടുവാനായിട്ട് ശ്രമിക്കുന്നോ അതൊന്നും നടക്കുന്നതേയില്ല. ഒരു ദിവസം കഫേയിലേക്ക് സ്നേഹയുടെ അനിയത്തിയായ സോഫി വരികയാണ്. സോഫി വന്നിരിക്കുന്നത് സ്നേഹയുടെയും അമ്മുവിന്റെയും പ്രശ്നം പറഞ്ഞു തീർക്കാനാണെന്ന് അമ്മു കരുതി. പക്ഷേ അതല്ല, ജോയലിന്റെ സഹോദരനായ ടോമുമായിട്ടാണ് തന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നത്. ആ ഒരു വിവാഹത്തിന് തനിക്ക് താല്പര്യമില്ല എന്നും മറ്റൊരാളെ തനിക്ക് ഇഷ്ടമാണെന്നും സോഫി പറയുന്നു. അത് ആരാണ് ആളെന്നുള്ള കാര്യം അമ്മു ചോദിക്കുമ്പോഴോ അത് മറ്റാരുമല്ല, ജോയലാണെന്നുള്ള കാര്യം അവൾ പറയുകയാണ്. അത് കേട്ടതോടുകൂടി അമ്മു ആകെ ഷോക്കായി പോകുന്നു. ഉടനെ തന്നെ അമ്മു സോഫിയും കൂട്ടിയിട്ട് അവനെ കാണുവാനായിട്ട് പോവുകയാണ്. സോഫിയും ജോയലും തമ്മിലുള്ള പ്രണയം സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സോഫിയും കൂട്ടി അമ്മു ജോയലിനെ കാണുവാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത്. ജോയലിനോട് ഈ ഒരു കാര്യം ചോദിക്കുമ്പോൾ ജോയൽ പറയുന്നത്, ഞാൻ ബിസിനസ് ചെയ്ത് എനിക്ക് ഒരുപാട് കടമുണ്ടായി. ആ കടമെല്ലാം വീടിയത് ടോമാണ്. അവൻ എന്തായാലും എന്നെക്കാളും നിന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അവൻ നിന്നെ നന്നായിട്ട് നോക്കും. ഈ ഒരു കാര്യമെല്ലാം മറന്നേക്കണം. എന്റെ സഹോദരനെ വിഷമിപ്പിക്കുവാനായിട്ട് എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ജോയൽ പോകുന്നത്. ജോയലിനെയാണ് തനിക്ക് ഇഷ്ടമെന്നുള്ള കാര്യം വീട്ടിൽ പറയുവാനായിട്ടുള്ള ധൈര്യം സോഫിക്കുമില്ല. സോഫിയാണ് തനിക്ക് ഇഷ്ടമെന്നുള്ള കാര്യം വീട്ടിൽ പറയുവാനായിട്ട് ജോയലിനും ധൈര്യമില്ല. അതുകൊണ്ട് തന്നെ വിവാഹം നടക്കട്ടെ എന്നുള്ളതാണ് അമ്മുവിന്റെ മൈൻഡ്. എന്നാൽ അതേ സമയമായിരുന്നു മെഴ്സി കുഴഞ്ഞു വീഴുന്നത്. മെഴ്സി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. മെഴ്സി പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം അപ്പോഴെല്ലാവരും അറിയുന്നു. അതോടുകൂടി പിണക്കമെല്ലാം മറന്ന് മാർക്കോസും മകളായ സ്നേഹയും അവിടേക്ക് എത്തുന്നു. എന്തായാലും ഇനി പ്രസവത്തിന്റെ കാര്യമൊക്കെ ഞാൻ എന്റെ സഹോദരി വീട്ടിൽ കൊണ്ടുപോയി നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് മാർക്കോസ് വല്ലാതെ സന്തോഷിക്കുകയാണ്. മാത്രമല്ല, ഞായറാഴ്ച സോഫിയുടെ കല്യാണമാണെന്നും എല്ലാവരും വിവാഹത്തിന് വന്ന് നന്നായിട്ട് സഹകരിക്കണമെന്നും ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് സോഫിയുടെ വിവാഹം നന്നായിട്ട് നടത്തണമെന്നുമുള്ള കാര്യം രാജ്കുമാറിനോടും മാർക്കോസ് പറയുന്നു. അതോടെ രാജ്കുമാർ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടത്തണമെന്നും തീരുമാനിക്കുകയാണ്. അതേസമയം സോഫി അമ്മുവിനോട് പറയുന്നുണ്ട്, ഈ വിവാഹം നടന്നു കഴിഞ്ഞാൽ ഞാൻ ചത്തു കളയുമെന്ന്. അതോടുകൂടി കടലിനും ചെകുത്താനും ഇടയിൽപ്പെട്ട അവസ്ഥയാണ് അമ്മുവിന്. അമ്മു ഈ ഒരു കാര്യം വന്ന് തന്റെ ചിറ്റപ്പനായ അമ്പിയോടും കൂട്ടുകാരനായ ജിജോയോടും സഹോദരനായ വിവേകിനോടും ഒക്കെ പറയുന്നുണ്ട്. ഇവർ 4 പേരും ചേർന്ന് കല്യാണം മുടക്കുവാനായിട്ടുള്ള പ്ലാനൊക്കെ നടത്തുകയാണ്. അങ്ങനെ ഞായറാഴ്ച എത്തി. വിവാഹത്തിന്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. തലേ ദിവസത്തെ ഹൽദി പരിപാടിയും ഒക്കെ നടത്തുന്നു. ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് എല്ലാവരും എത്തിയിട്ടുണ്ട്. 4 പേരും എങ്ങനെ വിവാഹം മുടക്കുമെന്ന് പ്ലാൻ ചെയ്യുന്നു. വിവേകാണെങ്കിലോ ചെറിയൊരു മരുന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. പയ്യനെ ബോധം കെടുത്തണം, എന്നിട്ട് 2 ദിവസം അവൻ ഹോസ്പിറ്റലിൽ കിടക്കട്ടെ, അങ്ങനെ കല്യാണം മുടങ്ങുമല്ലോ, അതിനുള്ള മരുന്നാണെന്ന് പറഞ്ഞാണ് വിവേക് തന്റെ ചേട്ടനായ അമ്മുവിന്റെ കയ്യിൽ ആ ഒരു ബോട്ടിൽ ഏൽപ്പിക്കുന്നത്. പക്ഷേ ഈ ഒരു മരുന്ന് കലക്കി കൊടുക്കുന്നതിന് മുൻപ് ചെറുക്കനോട് ഈ ഒരു കാര്യം അവതരിപ്പിച്ചു നോക്കാം, അവൻ വിവാഹത്തിൽ നിന്ന് പിന്മാറിയാലോ എന്നൊക്കെയുള്ള ചിന്ത അമ്മുവിനുണ്ടാകുന്നു. ഡാൻസും പാട്ടുമൊക്കെ നടക്കുന്നതിന്റെ ഇടയിലൂടെ ടോമിനെ വിളിച്ച് മാറ്റി നിർത്തി, ടോം ഈ ഒരു കല്യാണത്തിൽ നിന്ന് പിന്മാറണം. സോഫിക്ക് ഈ ഒരു വിവാഹത്തിന് ഒട്ടും താല്പര്യമില്ല. അവൾക്ക് മറ്റൊരാളെയാണ് ഇഷ്ടമെന്നുള്ള കാര്യം അമ്മു പറയുമ്പോഴോ ടോമിന്റെ മറുപടി, അവൾക്ക് ആരെയാണ് ഇഷ്ടമെന്നുള്ളത് അവൾ എന്നോട് തുറന്നു പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ഞാൻ വിവാഹത്തിൽ നിന്ന് പിന്മാറാമെന്നും ടോം പറഞ്ഞിട്ട് പോകുന്നു. അതോടെ ഒരു രക്ഷയുമില്ല എന്ന് മനസ്സിലാക്കി അമ്മുവും കൂട്ടരും ചേർന്ന് ആ ഒരു മരുന്ന് കലക്കുകയാണ്. ചെക്കനും പെണ്ണിനും കുടിക്കുവാനായിട്ടുള്ള ജ്യൂസിലാണ് കലക്കിയിരിക്കുന്നത്. അതായത് ടോമിന് കുടിക്കുവാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ജ്യൂസില്. അങ്ങനെ ജ്യൂസ് കൊണ്ടുവന്ന് വെക്കുന്നു. പക്ഷേ പെണ്ണും ചെറുക്കനും കൈകോർത്ത് പിടിച്ച് കുടിച്ചത് കൊണ്ട് തന്നെ ആ ജ്യൂസ് കുടിച്ചത് നമ്മുടെ സോഫി തന്നെയായിരുന്നു. അത് കണ്ട് അമ്മുവൊക്കെ ഞെട്ടിപ്പോവുകയാണ്. ആഘോഷങ്ങൾക്കിടയിൽ ഉടനെ തന്നെ ടോം മൈക്ക് വാങ്ങിയിട്ട് എല്ലാവരോടുമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു. സോഫിക്ക് ഈ ഒരു വിവാഹത്തിന് താല്പര്യമില്ല, അവൾക്ക് മറ്റൊരാളെയാണ് ഇഷ്ടമെന്നുള്ള കാര്യം അമ്മു പറഞ്ഞു. ആ ആൾ ആരാണെന്നുള്ള കാര്യം അമ്മു പറയുന്നോ അതോ സോഫി പറയുന്നോ എന്ന് ടോം ചോദിക്കും. അതേ സമയത്തായിരുന്നു ആ ഒരു ജ്യൂസ് കുടിച്ചതിന്റെ എഫക്റ്റിൽ സോഫി തലകറങ്ങി വീഴുന്നത്. അതോടെ സോഫി എന്തോ കഴിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി. ഇതെല്ലാം കാണുന്ന മാർക്കോസ്, നിനക്ക് എന്റെ കുടുംബത്തിനോട് എന്താടാ ഇത്ര ദേഷ്യമെന്ന് അമ്മുവിനോട് ചോദിക്കുന്നു. ഞങ്ങൾക്കറിയാത്ത എന്ത് രഹസ്യമാണ് എന്റെ അനുജത്തിക്കുള്ളതെന്നും സ്നേഹയും വന്ന് ചോദിക്കും. എല്ലാവരുടെയും ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന അമ്മുവിനടുത്തേക്ക് രാജ്കുമാർ വന്നിട്ട് അമ്മുവിനെ തല്ലുന്നു. എല്ലാവരും കൂടി അമ്മുവിനെ കൈവയ്ക്കുമെന്നായപ്പോൾ ജോയൽ അവിടേക്ക് വന്നിട്ട്, ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അമ്മു ഇത്രയും ചെയ്തത്. എനിക്ക് ഈ ഒരു കാര്യം തുറന്നു പറയുവാനായിട്ടുള്ള ധൈര്യമില്ല. എന്റെ സഹോദരനെ വേദനിപ്പിക്കുവാനായിട്ടും എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അമ്മു ഇങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ള കാര്യവും ജോയൽ പറയുന്നു. അത് കേട്ട് അവിടേക്ക് എത്തുന്ന ടോം
പറയുന്നത് നീ ഒരു ഫെയിലിയർ ആണെന്ന് നിനക്കൊരു തോന്നലുണ്ടോ? ഒരിക്കലുമല്ല. നീ അങ്ങനെ ചിന്തിക്കേ ചെയ്യരുത്. നീ സ്നേഹിച്ച പെണ്ണിനെ ഞാൻ വിവാഹം കഴിക്കുന്നത് ശരിയല്ല. എന്റെ ചേട്ടന്റെ സന്തോഷമാണ് എനിക്ക് വലുത് എന്നതായിരുന്നു ടോമിന്റെ മറുപടി. ടോമിന്റെയും ജോയലിന്റെയും സംസാരത്തിൽ നിന്നും അമ്മു ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം മാർക്കോസിനും സ്നേഹയ്ക്കും രാജ്കുമാറിനും ഒക്കെ മനസ്സിലായി. ആഞ്ഞിലിമൂട്ടിൽ തറവാട്ടിലുള്ള ആൺപിള്ളേരൊക്കെ അമ്മയില്ലാതെ വളർന്നവരാണ്. എന്നെ വളർത്തിയത് എന്റെ അച്ഛനും കൊച്ചച്ഛനും എന്റെ മുത്തശ്ശനും ഒക്കെയാ. പക്ഷെ അവരാരും എന്നെ മോശമായിട്ട് വളർത്തിയിട്ടേയില്ല. അമ്മയില്ലാതെ വളർന്നതുകൊണ്ട് ആരെയും ദ്രോഹിക്കുകയും ആരെയും വേദനിപ്പിക്കാനൊന്നും അവരെന്നെ പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ചെയ്യത്തുമില്ല എന്നാണ് അമ്മുവിന്റെ മറുപടി. അത് കേട്ട് എല്ലാവരും വല്ലാതെ ഇമോഷണൽ ആവുകയാണ്. അമ്മു സങ്കടത്തോടു കൂടി അവിടെ നിന്നും പുറത്തേക്ക് നടന്നു വരുന്ന സമയത്താണ് അമ്മുവിന് എന്തൊക്കെയോ മാറ്റമുണ്ടാകുന്നു. പെട്ടെന്ന് തന്നെ അമ്മു തലകറങ്ങി തറയിൽ വീഴുകയാണ്. അമ്മുവിന്റെ ബോധവും പോകുന്നു. അമ്മുവിന് എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവരും ചിന്തിച്ചു നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ആ ഒരു മരുന്ന് കൊണ്ടുവന്ന് കൊടുത്ത അമ്മുവിന്റെ സഹോദരനായ വിവേക്. വിവേകിനടുത്തായിട്ട് അമ്മുവിന്റെ കഫേയിലെ ഷെഫ് നിൽക്കുന്നുണ്ട്. ഷെഫ് അപ്പോഴാണ് ഒരു കാര്യം ആലോചിക്കുന്നത്. എന്തെന്നാൽ അമ്മുവിന്റെ സഹോദരനായ വിവേകാണെങ്കിലോ ആ ഒരു മരുന്ന് കൊണ്ടുവന്ന് ജ്യൂസിൽ കലക്കുന്നത് ഈ ഷെഫ് കണ്ടിരുന്നു. ഇതെന്ത് മരുന്നാണെന്ന് ചോദിക്കുമ്പോൾ ഇതേ ഗ്ലൂക്കോസാ, എനർജി കിട്ടാനാ, കല്യാണ പെണ്ണിനും ചെറുക്കനും കുറച്ച് എനർജിയൊക്കെ വേണ്ടേ എന്നാണ് വിവേക് പറഞ്ഞിട്ട് പോകുന്നത്. വിവേക് പോകുന്ന സമയത്ത് ആ ചെറിയൊരു ബോട്ടിൽ അവിടെ വെച്ചിരുന്നു. തന്റെ മുതലാളിക്കും കുറച്ച് എനർജിയൊക്കെ ഒന്ന് കിട്ടട്ടെ എന്ന് ഷെഫ് അങ്ങ് കരുതി. എന്നിട്ട് ഒരു ജ്യൂസിലാണെങ്കിലോ ആ ഒരു മരുന്ന് കലർത്തി തന്റെ മുതലാളിയെ അമ്മുവിന് കൊണ്ടുവന്ന് കൊടുത്തു. ആ ഒരു ജ്യൂസ് കുടിച്ചതോടുകൂടി അമ്മുവിന്റെ ബോധവും പോയി. അങ്ങനെ അമ്മുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കുകയാണ്. അമ്മുവിന് ബോധം വരുന്ന സമയത്ത് അമ്മുവിനടുത്ത് സ്നേഹയുണ്ട്. വിവാഹമൊക്കെ കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഇപ്പോഴേ കഴിഞ്ഞു. ആരാ സോഫിയെ വിവാഹം കഴിച്ചത് എന്ന് ചോദിക്കുമ്പോഴോ കെട്ടേണ്ടവർ തന്നെ കെട്ടി എന്നുള്ള കാര്യവും സ്നേഹ പറയുന്നു. അങ്ങനെ സ്നേഹയുടെയും അമ്മുവിന്റെയും പ്രശ്നമൊക്കെ പറഞ്ഞു തീർക്കുകയാണ്. അവർ രണ്ടുപേരും ഒന്നിക്കുകയും ചെയ്യുന്നു. ആഞ്ഞിലിമൂട്ടിൽ തറവാട്ടിന്റെ പ്രശ്നമെല്ലാം തീർന്നിരിക്കുകയാണ്. അവരെല്ലാവരും ഫാമിലിയോടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന സമയത്താണ് അമ്മു മുമ്പ് പറഞ്ഞിരുന്ന കട്ടിലെത്തുന്നത്. കട്ടിൽ ഇത്തവണ ഞാൻ സ്വീകരിക്കട്ടെ എന്ന് അമ്മു സ്നേഹയോട് ചോദിക്കുമ്പോൾ സ്വീകരിച്ചോ എന്ന് സ്നേഹയും പറയും. കാരണം അവർക്കിടയിൽ സ്നേഹമൊക്കെ വന്നല്ലോ. ഇനി ഭാര്യ ഭർത്താക്കന്മാരായിട്ട് സന്തോഷകരമായിട്ട് ജീവിക്കുവാനായി പോവുകയാണല്ലോ. അതേ സമയം തന്നെയായിരുന്നു രാജ്കുമാർ അമ്പിയോട് പറയുന്നുണ്ട്, എടാ ചിന്നുവിന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതല്ലേ, നീ ചിന്നുവിന്റെ വീട്ടിൽ പോയി നിൽക്കുന്ന കാര്യത്തെക്കുറിച്ച് എന്താ ഒന്നും പറയാത്തതെന്ന് ചോദിക്കുമ്പോൾ ആഞ്ഞിലിമൂട്ടിൽ തറവാട്ടിലുള്ള പുരുഷന്മാരാരും തന്നെ ഭാര്യ വീട്ടിൽ പോയി നിന്ന ചരിത്രമേ ഇല്ല, ഞാനും അത് ചെയ്യില്ല എന്ന് അമ്പി പറയുമ്പോഴോ എടാ എടാ പറഞ്ഞ വാക്ക് പാലിക്കടാ. ഒന്നാമതേ ഈ വീട്ടിൽ ആള് കൂടുതലാ. നീ ഭാര്യ വീട്ടിൽ പോയി നിന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് വന്നാ മതി. വല്ലപ്പോഴും ഒന്ന് ഞങ്ങളെ കാണ് എന്നുള്ള കാര്യം രാജ്കുമാർ പറയുന്നു. അമ്പിക്ക് ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്ന അമ്പിക്കടുത്തേക്ക് എത്തുന്ന അമ്മു പറയുന്നത്, ചിറ്റപ്പാ നമ്മുടെ ലൈഫില് ഭാര്യയായിരിക്കണം ഇമ്പോർട്ടന്റ്, അല്ലെങ്കിൽ അങ്ങനെ കരുതി അങ്ങ് ജീവിക്കണം, അപ്പോൾ നമ്മുടെ ലൈഫ് ഹാപ്പിയാകും എന്നുള്ള കാര്യം അമ്മു പറയുന്നു. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.